ഹായ്, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഒരുപാട് ഞാൻ ആലോചിച്ചു ഇന്നത്തെ ദിവസം. രാവിലെ മുതൽ ന്യൂസൊക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യണതിനെ പറ്റി ആലോചിച്ചത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. പക്ഷേ ഈ വീഡിയോ മേ ബി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന നെഗറ്റീവ് കമൻസ് അങ്ങനെയൊക്കെ കരുതിയപ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് ആലോചിച്ച് വേണോ ചെയ്യണോ എന്ന് കരുതി. അപ്പോഴൊക്കെ ഞാൻ തീരുമാനിച്ചു ഓക്കെ ചെയ്തേക്കാം. ഞാൻ ഈ വീഡിയോ യാതൊരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻകൂട്ടി ഇങ്ങനെ പറയണമെന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെയൊന്നും പറയുന്നതല്ല. എനിക്ക് തോന്നിയൊരു കാര്യം അത് വീഡിയോയിൽ പറയണമെന്ന് തോന്നി. വിഷയം മറ്റൊന്നുമല്ല, നിമിഷപ്രിയയാണ്. ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ബേസ് ചെയ്യുന്നത് ഒരൊറ്റ വിഷയത്തിലാണ്, നീതി. അതാർക്ക്? ആ ഒരൊറ്റ വിഷയത്തിലാണ് ഞാൻ ഈ വീഡിയോ ഫുള്ള് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിമിഷപ്രിയക്കാണോ നീതി, അതോ നിമിഷപ്രിയ കൊന്ന ആൾക്കാണോ നീതി വേണ്ടത് എന്നുള്ളൊരിതാണ് ചോദ്യം. ഞാൻ ആ വിഷയത്തെ പറ്റി ന്യൂസ് ആദ്യം മുതലേ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ലേഡി നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ലേഡി യമനിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നു. അതൊരു ക്ലിനിക്ക് പോലെ ഒരു സ്ഥാപനമായിട്ടാണ് തുടങ്ങുന്നത്. അതിന്റെ പാർട്ട്ണറെയാണ് ഇവര് കൊലപ്പെടുത്തിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ട്ണർ മിസ്ബിഹേവ് ചെയ്തു, അങ്ങനെ ഇങ്ങനെയൊക്കെ പല ഇതും ന്യൂസും ഞാൻ കണ്ടു. ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. മേ ബി അത് ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. പക്ഷെ ഈ പെർട്ടിക്കുലർ വിഷയം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള കാരണങ്ങളല്ല, അവർ ചെയ്തൊരു ക്രൈമാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. കാരണം ഒരാളെ ഇഞ്ചക്ട് ചെയ്തു അല്ലെങ്കിൽ ഉറക്ക ഗുളിക ഓവർഡോസ് ആയിട്ട് കൊടുത്ത് മയക്കി കിടത്തി അയാളെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതിനുശേഷം കൊലപ്പെടുത്തുക മാത്രമല്ല, അത് ആസൂത്രിതമായിട്ട് കൊലപ്പെടുത്തി. ഒരു സഹായി കൂടി ഉണ്ടായിരുന്നു. ആ സഹായിയെ കൂടി കൂട്ടി ആ കഷ്ണം ആ ബോഡി ഒരു 10-30 കഷ്ണമായിട്ട് വെട്ടി നുറുക്കി അവര് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിച്ചു. നമ്മുടെ ഒരു ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ വളരെ ഹീനമായിട്ടുള്ള ക്രൈമായിട്ടാണ് ഇത് വരേണ്ടത്. പക്ഷെ എന്തോ നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകിച്ചൊരു യൂണിറ്റി ഇപ്പം ഈ അടുത്ത കാലത്ത് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അയ്യോ മലയാളിയെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ മലയാളിക്ക് എന്തെങ്കിലും പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ന്യൂസ് മീഡിയാസ്, സോഷ്യൽ മീഡിയ എല്ലാം കൂടി ഒരു പ്രത്യേക നറേറ്റീവ് പെട്ടെന്ന് ബിൽഡപ്പ് ചെയ്തെടുക്കും. ഒരു വിക്ടിം കാർഡ് നമ്മൾ അവർക്ക് ചാർത്തി കൊടുക്കും. അവർ ചെയ്ത ക്രൈമോ അതിനെപ്പറ്റി ഒന്നും നമ്മൾ ആലോചിക്കാറ് പോലുമില്ല. മീഡിയാസ് ഇത് സെൻസേഷണലൈസ് ചെയ്യും. ലാസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പം എന്താ പറയുക, ഒരുപാട് മീഡിയാസായി നമ്മുടെ കേരളത്തിൽ. മലയാളം മീഡിയാസ് ഒരുപാടായി. ഈ മലയാളം മീഡിയാസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക് വേണം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്, നമ്മുടെ സരിത എസ് നായരുടെ ഒരു CD തപ്പിപ്പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. പുറകെ ചേസ് ചെയ്യുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവ് കൊടുക്കുന്നു. അങ്ങനെ ഒരു വിഷയം ഭയങ്കരമായിട്ട് സെൻസേഷണലൈസ്, ഒരു തെളിവ് കണ്ടെത്താൻ വേണ്ടി പോകുന്നു, ഒരു അന്വേഷണ സംഘം പോകുന്നു, ഒരു ചെറിയ വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ പുറകെ ചേസ് ചെയ്തു പോകുന്നു, വലിയ ഇതായിട്ട് സെൻസേഷണലൈസ് ചെയ്യുന്നു. പക്ഷെ അത് കണ്ടിരിക്കാനായിട്ട് ഒരുപാട് പ്രേക്ഷകരുണ്ടായി എന്നുള്ളൊരു ഫോർച്ചുനേറ്റ് ഓർ അൺഫോർച്ചുനേറ്റ് ഒരു ഇത് ഉണ്ടായിപ്പോയി. അത് കേരളത്തിലെ മീഡിയാസിനൊരു പ്രത്യേക ഒരു ഉണർവ് കൊടുത്തു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പുതിയ തലം അവർക്ക് തുറന്നു കിട്ടിയ പോലെ എനിക്ക് തോന്നി. പിന്നീട് അരിക്കൊമ്പനായാലും മറ്റേ ടിപ്പർ മറിഞ്ഞ് മണ്ണിനടിയിൽ പോയ ആ ഇഷ്യൂ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ലൈവ് കൊടുക്കുക, എന്നിട്ട് അതിനെപ്പറ്റി ചർച്ചയായിട്ട് ഇങ്ങനെ ഇത് ചെയ്യുക, അത് സെൻസേഷണലൈസ് ചെയ്ത് നടത്തുക. വിഷയത്തിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി അവർ ആ വിഷയം ഭയങ്കര സെൻസേഷണലൈസ് ചെയ്ത് ചർച്ച ചെയ്ത് അത് പൊലിപ്പിച്ച് നടത്തുന്ന ഒരു ഇതുണ്ട്. അത് ഞാൻ ഈ വിഷയത്തിലും കണ്ടു. നമ്മൾ ആരും ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല. ഒരു സ്ത്രീ ഒരാളെ കൊലപ്പെടുത്തി, ആ ആളെ ഇന്റൻഷനലി കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തുക മാത്രമല്ല, അയാളെ ആ ബോഡി 10-30 കഷ്ണമായിട്ട് വെട്ടി നുറുക്കി. എന്നിട്ട് അത് ഒരു സഹായത്തോടു കൂടി ഡിസ്പോസ് ചെയ്യാൻ നോക്കി. ഇത് പുറത്തറിഞ്ഞപ്പോഴത്തേക്കും ആൾ ഒളിവിപ്പോയി. ആൾ അടുത്ത രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. സൗദി അറേബ്യയുടെ അതിർത്തിയിൽ നിന്നാണ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നുണ്ടായത്. ഇതിനുശേഷം അവർ ജയിൽ ജീവിതം അനുഭവിച്ചു. എനിക്ക് ആക്ച്വലി ഈ അറേബ്യൻ കൺട്രീസിലെ നിയമങ്ങളോടൊക്കെ പല കാര്യങ്ങളിലും ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
അയാളെ കുറ്റവിമുക്തനാക്കുക. ഒരാളെ കൊന്നാലും കുഴപ്പമില്ല, അയാളുടെ ഫാമിലിക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളോടൊക്കെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാലും അവരൊരു ശിക്ഷ അനുഭവിക്കാനായിട്ട് അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതൊരു ഓപ്ഷനാണ്. പൈസ കൊടുക്കുക, എന്നിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ മാപ്പ് വാങ്ങി അത് രക്ഷപ്പെടും. പക്ഷെ അവരുടെ കുടുംബം അത് മാപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അവരവരുടെ ബ്രദർ ആണെങ്കിലും അനുജനെ കൊന്നതിന് നീതി വേണം, നിയമപരമായിട്ടുള്ള എന്ത് ശിക്ഷയാണോ അവർക്കത് വാങ്ങിക്കൊടുക്കണം എന്ന് അവർ പറയുന്നു. അവരുടെ ഫാമിലി അത് ശ്രമിക്കുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. മറ്റേ നമ്മുടെ ഈ ലേഡി നിമിഷപ്രിയയുടെ അമ്മയാണെങ്കിലും അവരുടെ മാപ്പ് വാങ്ങി അത് അവരുടെ മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഒരു നോർമൽ ഇഷ്യൂ ആണ്. അതതിനെ അതിന്റെ വഴിക്ക് വിടേണ്ട ഇഷ്യൂ. പക്ഷെ ഇതൊരു മലയാളിയുടെ ഒരു പൊതുപ്രശ്നമായിട്ട് എടുക്കുകയാണ്. ഒരു ക്രൈം നടന്നു, അത് മറ്റൊരു രാജ്യത്ത് വെച്ച് നടന്നതാണ്. ഒരാള് മലയാളി മറ്റൊരാള് മറ്റൊരു രാജ്യക്കാരനുമായി കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ മലയാളി ആയതുകൊണ്ട് മലയാളിയുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു പൊതുബോധമാണെന്ന് തോന്നുന്നു നമ്മൾ എല്ലാവരെയും നയിക്കുന്നത്. പക്ഷെ എനിക്കെന്തോ അതിനോട് യോജിപ്പ് തീരെയില്ല. കുറച്ച് നാൾ മുമ്പ് ഒരു ലേഡി ഇതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ വെച്ച് കാമുകന്റെ സഹായത്തോടു കൂടിയിട്ട് സ്വന്തം ഭർത്താവിനെ കൊല്ലുകയുണ്ടായി. അന്ന് ഈ വിഷയത്തിലൊന്നും നമ്മൾ ആ ലേഡിയുടെ ഒപ്പം നിന്ന് കണ്ടില്ലല്ലോ. എന്തായിരുന്നു കാരണം? മരിച്ചത് ഒരു മലയാളി തന്നെയായിരുന്നു. ഇതായിരുന്നു ഇഷ്യൂ. നമ്മുടെ നാട്ടിലെ ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി പലപ്പോഴായിട്ട് കഷായത്തിൽ വിഷം കൊടുത്ത് അയാളുടെ കാമുകനെ കൊല്ലുകയുണ്ടായി. ആ വിഷയത്തിൽ ആരും നമ്മൾ ഗ്രീഷ്മനെ ന്യായീകരിച്ച് കണ്ടിട്ടില്ലല്ലോ. ആ ഗ്രീഷ്മ ചെയ്തതിനേക്കാളും എത്രയോ മടങ്ങ് ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ് ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത്. പക്ഷെ നമ്മളെല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നു. മേ ബി അതിന്റെ അവര് രക്ഷപ്പെട്ടു വരുവാണെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല എൻ്റെ വിഷയം. ഈ നീതി എന്ന് പറയുന്ന ഒരൊറ്റ ടോപ്പിക്കാണ്. അവർക്ക് നീതിക്ക് അർഹയാണോ? അവർക്ക് എന്ത് നീതിയാണ് വേണ്ടത്? ഒരാളെ കൊന്നതിന് അവരെ പുറത്തേക്ക് വിടണം എന്നുള്ളതാണോ അവര് അർഹിക്കപ്പെടുന്ന നീതി? എനിക്കറിയില്ല. ആ മരിച്ച ആൾക്ക് നീതി വേണ്ടേ? അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്ന പോലുമില്ല. നമ്മള് എന്തോ മറ്റുള്ള ഒരാളുടെ ഒരു സൈഡിൽ മലയാളിയും മറ്റൊരു സൈഡിൽ വേറൊരാളും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ ഉണ്ട്, നമ്മുടെ ആളുകളെല്ലാം വല്ലാത്തൊരു യൂണിറ്റി ഉണ്ട് ആ കാര്യത്തില്. നമ്മൾ തൊട്ടടുത്ത് തമിഴന്മാരെ കളിയാക്കുന്നതിലാണ്, അല്ലെങ്കിൽ വടക്കേന്ത്യക്കാരെ കളിയാക്കുന്നതിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതുള്ള പോലെ തോന്നിയിട്ടുണ്ട്, ഒരു യൂണിറ്റി ഉള്ള പോലെ തോന്നിയിട്ടുണ്ട്. മേ ബി പല ആൾക്കാർക്കും പല അഭിപ്രായമുണ്ട്. എന്നാലും ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഒപ്പം നിൽക്കണം എന്നുള്ളൊരു തോന്നലാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. ഞാൻ ഈ വിഷയം പലരുമായിട്ട്, എൻ്റെ കൊളീഗ്സ് അങ്ങനെ പലരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പലർക്കും എൻ്റെ ഈ സെയിം അഭിപ്രായമുണ്ട്. പക്ഷെ ഇവരാരും തുറന്നു പറയാൻ താല്പര്യമില്ല. കാരണം പൊതുവെ അവർ ഈ വിഷയം തുറന്നു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഒറ്റപ്പെട്ടു പോവോ, അല്ലെങ്കിൽ അത് പൊതുവെയുള്ള അഭിപ്രായം അതല്ലല്ലോ, അതുകൊണ്ട് ഞാനായിട്ടൊരു വ്യത്യസ്ത അഭിപ്രായം വേണ്ട എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു വിഷയം. പലർക്കും ഇതിന്റെ മെറിറ്റിനെ പറ്റിയല്ല, എന്താണ് വിഷയം എന്ന് പോലും അറിയില്ല. ഓക്കെ, ഒരു മലയാളിനെ അവിടെ രക്ഷിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു, അപ്പൊ നമ്മളെല്ലാവരും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ആളുകളുടെ നമ്മുടെ കേരളത്തിലെ ആളുകളുടെ പൊതുവെ ഉള്ളൊരു മനോഭാവം എന്ന് എനിക്ക് തോന്നി. എനിവേ, ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. മേ ബി നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ നീതി കിട്ടേണ്ടത് മരിച്ചുപോയ ആൾക്ക് ആണ്. ഇവര് നിയമപരമായിട്ട് ഇവർ നീതി അർഹിക്കുന്നുണ്ടെങ്കിൽ, ഇവർക്ക് ട്രയലും ഇതൊക്കെ കഴിഞ്ഞതാണ്, കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടട്ടെ. അവർക്കാണ് അനുഭവിക്കേണ്ടി അവരുടെ കുടുംബം മാപ്പ് കൊടുക്കുവാണെങ്കിൽ മാപ്പ് കൊടുത്ത് അവർ തിരിച്ചു വരട്ടെ. പക്ഷെ എന്നാലും അവർ ചെയ്ത കുറ്റകൃത്യം ഇല്ലാതാവുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും.